ഞാനിവിടെ തയ്യാറാക്കുന്നത് മാംഗോ പുഡിംഗാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 3 ഇടത്തരം വലിപ്പമുള്ള മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ പീസാക്കി എടുത്തിരിക്കുന്നതാണ്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയൊക്കെ ഓരോരുത്തരുടെയും അളവിനനുസരിച്ച് ചേർത്താൽ മതി. 1/4 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ തന്നെ തിളപ്പിച്ച് ആറിയുന്ന പാലാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാലിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെക്കാം. പുഡിംഗ് തയ്യാറാക്കാനായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് മാങ്ങയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒന്ന് നന്നായിട്ട് തിളച്ച് വരണം. അതുവരേക്ക് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. ഇപ്പം മാമ്പഴക്കാലമൊക്കെ ആണല്ലോ, അപ്പം മാമ്പഴം വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് തയ്യാറാക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പക്ഷെ കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലും ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. പക്ഷേ മീഡിയം ഫ്ലെയിമിൽ വെക്കാനേ പാടുള്ളൂ, ഒരുപാട് കൂട്ടി വെക്കരുത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയെടുത്തതാണ്. അതാണിത് ബൈൻഡ് ചെയ്യാനായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം കൈ എടുക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അതൊന്ന് തിക്കായിട്ട് വരണം. അതുവരേക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഈ പുഡിങ്ങിലേക്ക് നമ്മൾ ചൈന ഗ്രാസോ അല്ലെങ്കിൽ ജെലാറ്റിനോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കോൺഫ്ലവറാണ് സെറ്റ് ആകാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അതൊന്ന് ശ്രദ്ധിക്കണം. അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു പുഡിങ്ങാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇപ്പം മാമ്പഴക്കാലം ആയതുകൊണ്ട് ഒരുപാട് മാമ്പഴമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതുപോലെ ഒരു 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഒരുവിധം ഇത് കട്ടിയായിട്ട് വരണം. ഇപ്പോൾ ആയിട്ടില്ല, കുറച്ചുകൂടെ ഇളക്കണം. അന്നേരം അത് നല്ലൊരു തിക്കായിട്ട് വരത്തുള്ളൂ. ആ പരുവത്തിൽ വേണം നമ്മളത് ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട്. മാമ്പഴത്തിൻ്റെ മിക്സ് ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഈ മിക്സ് ചൂടോടെ തന്നെ ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് സെറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട്. ഇതിലേക്ക് മാമ്പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ ഒഴിക്കണം. പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തത്. അത് ബൗളിലോ മറ്റുള്ള പാത്രത്തിലോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ചെറിയ ചെറിയ ബൗളിലും ഒക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പുഡിങ്ങിൻ്റെ ഇപ്പം ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു ഫോയിൽ പേപ്പർ വെച്ച് നന്നായിട്ടൊന്ന് കവർ ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ തണുപ്പിച്ച് എടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇനി കവറൊന്ന് മാറ്റിയെടുക്കാം. നന്നായിട്ട് ഇത് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ടുള്ള അടിപൊളി പുഡിങ്ങാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത്രയും സോഫ്റ്റാണ്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം.